താങ്കൾ പരാതി നൽകിയ രീതി ശരിയായില്ല, അത് CM-നെ അറിയിക്കാമായിരുന്നു. അതിനുശേഷം പലവട്ടം ബന്ധപ്പെട്ടു, പക്ഷേ വാർത്താസമ്മേളനം തീർച്ചയായിട്ടും നടത്തുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് CM പറഞ്ഞത് 100% ശരിയാണ്. CPM-ൻ്റെ പൊളിറ്റിക്കൽ ലെവലിനനുസരിച്ചിട്ടല്ല ഞാൻ ചെയ്തിട്ടുള്ളത്, അത് സത്യമാണ്. കാരണം അങ്ങനെ എനിക്ക് ചെയ്യാമായിരുന്നു. ഞാനത് ചെയ്യാതിരിക്കാൻ പ്രത്യേക കാരണമുണ്ട്. കാരണം ഞാൻ ഈ കാര്യങ്ങളൊക്കെ അനവധി തവണ AKG സെൻറ്ററിൽ കത്ത് കൊടുത്തവനാണ്. ഇപ്പോഴല്ല, ബഹുമാനപ്പെട്ട കൊരിയേരി സഖാവ് ഉണ്ടാകുന്ന കാലഘട്ടം തൊട്ട് ഈ നാട്ടിലെ പൊതുവായ വിഷയങ്ങളിൽ എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി അങ്ങോട്ടേ കൊടുക്കാറുണ്ട്. മനസ്സിലായോ? ഈ സാജൻസ് കറിയുമായി ബന്ധപ്പെട്ട് ഇവനെപ്പോലെയുള്ള ചെറുതും വലിമുദ്തുമായ സാജൻസ് കറിയകൾ അവർ ഈ സമൂഹത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് 2, 3, 4, 5 തവണ ഞാൻ പാർട്ടി സെക്രട്ടറിക്ക് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പല പ്രാവശ്യം ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്ത കത്തുകൾ ബൈൻഡ് ചെയ്ത് വെക്കാൻ മാത്രം, ഒരു പുസ്തകം ആക്കാൻ മാത്രം ഉണ്ടാവും. AKG സെൻറ്ററിലും ഈ പറയുന്ന ശശിയുടെയും പെട്ടി തപ്പിയാൽ അതിനൊന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്കെന്താ മാർഗം? ഞാൻ ഈ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ശരിയാണെന്ന്. ഞാൻ പഴയ കോൺഗ്രസ് തന്നെയല്ലേ, എന്താ തർക്കം? ഞാൻ പഴയ കോൺഗ്രസ് ആണല്ലോ. EMS ആരായിരുന്നു? വന്നിട്ട് ആരായിരുന്നു പറ? KPCC സെക്രട്ടറി EMS അല്ലേ? EMS എങ്ങനെയാണ് സഖാവ് EMS ആയത്? എങ്ങനെയായി? അപ്പം ഞാൻ പഴയ കോൺഗ്രസ്സാണ്, EMS പഴയ കോൺഗ്രസ്സാണ്. അപ്പോൾ അതൊന്നും CM പറഞ്ഞതിലൊരു തെറ്റില്ല. CM പിന്നെന്താ പറഞ്ഞത്? പാർട്ടിയുടെ ചട്ടക്കൂടിന് വിപരീതമായിട്ടാണ്. സത്യമാണല്ലോ, ഞാൻ അങ്ങനെ തന്നെ പ്രവർത്തിച്ചത്. എനിക്ക് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല. CM പറഞ്ഞല്ലോ എന്നെ ബന്ധപ്പെടാൻ വേണ്ടി 2-3 പ്രാവശ്യം ശ്രമിച്ചു എന്ന്. വാസ്തവമാണ്. ഞാൻ CM-ന് കൂടെ കത്ത് മഹേഷിന് തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നല്ലോ ഒന്ന്. കാരണം ശശിയെക്കുറിച്ച് അതിൽ പരാമർശിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നി സെക്രട്ടറി കളവ് പറയുകയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ല, ഞാൻ ശശിയെക്കുറിച്ച് അതിൽ പറഞ്ഞിട്ടില്ല. ഞാനിതാ ഈ കത്ത് നിങ്ങൾ നോക്കുന്നതുകൊണ്ടാണ് ആ പത്രസമ്മേളനത്തിൽ CM-നിൽ ആ കത്ത് ഞാൻ പുറത്തുവിട്ടല്ലേ. അതുവരെ തന്നിട്ടില്ലല്ലോ. അല്ലല്ലോ, ഒരു മിനിറ്റ് തരാതിരിക്കാൻ കാരണം എന്താ? അതങ്ങനെ സ്വകാര്യമായി പോകട്ടെ എന്ന് ഉദ്ദേശിച്ച്. പക്ഷേ അത് പാർട്ടി സെക്രട്ടറിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ, അല്ല ശശിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ നിങ്ങൾ സംശയമായി അങ്ങനെ വാർത്ത വന്നു. അപ്പോൾ ഞാൻ കൊടുത്തു. അത് CM-ന് പറയുന്നതിന് എന്താണ്? ഇത് മുഴുവനും തെറ്റിദ്ധരിപ്പിച്ചല്ലേ. ഇപ്പം ആകത്തുക അല്ല, ഈ ആകത്തുക ഇപ്പം അത് ഉച്ചയ്ക്ക് ശേഷം എന്താ പറയുന്നത്? ഒരു മിനിറ്റ് മോനെ ഞാൻ ഇവിടെ ഉണ്ട്. ഇന്നിപ്പോൾ ആകത്തുക ഉച്ചയ്ക്ക് ശേഷം എന്താണ്? ഞാൻ ഈ എന്താ പറയുക, കൊള്ളക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ലോബിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ്. അതായത് പോലീസിനെ കൊണ്ട് വലിയ ശല്യമുണ്ട്. ഇത് ആരെ സ്റ്റേറ്റ്മെൻറ്റാണ്? CM എന്നീ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ആരുടെ സ്റ്റേറ്റ്മെൻറ്റാണ്? MR അജിത് കുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ആദ്യം വന്നതല്ലേ. DGPക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് ഇറങ്ങുമ്പോൾ MR അജിത് കുമാർ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ? PV അൻവർ ഈ ഒരു ലോബിക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഞാൻ ശക്തമായ നടപടി എടുത്തതുകൊണ്ട് ആ കള്ള ലോബിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് PV അൻവർ അല്ലേ മഹേഷേ, നിങ്ങളൊക്കെ കൊടുത്ത വാർത്തയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൊണ്ട് ഇന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇവർ പറയിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ ഫുള്ളായിട്ട് കേട്ടാ. വയർലെസ് കേസിൽ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് CM പറഞ്ഞിട്ടില്ല. അരുൺ എവിടെ അത് കേട്ടതെന്ന് പറഞ്ഞു? ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇത്രയും വലിയ കോലാഹലം ഉണ്ടായിട്ടും ഭരണപക്ഷ MLA ആയിട്ട് താങ്കൾ ഇത്രയേറെ ആരോപണങ്ങളും തെളിവുകളും പുറത്തു വിട്ടിട്ടും ഇങ്ങനെ സ്ഥിരം തെറ്റിദ്ധരിക്കപ്പെടാൻ മാത്രം ദുർബലനാണോ നമ്മുടെ മുഖ്യമന്ത്രി? അതെനിക്കറിയില്ല. ഇപ്പോഴും ഈ നിമിഷവും ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇനിയിപ്പോൾ ഇതിന്ന് ഈ പറഞ്ഞ പോലെ ഇവരെൻ്റെ ചവിട്ടി പുറത്താക്കുകയാണെങ്കിൽ മനസ്സിലായോ, ഞാൻ മുഖ്യമന്ത്രിയെ തള്ളി പറയാൻ ഞാൻ ഉണ്ടാവില്ല. നിങ്ങളത് പ്രതീക്ഷിക്കും വേണ്ട. അത് എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ടാവും. മനസ്സിലായോ? മുഖ്യമന്ത്രിയെ തള്ളി പറഞ്ഞുകൊണ്ട് ആളാകണം, ഈ പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട് ആളാകണം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവർക്ക് എന്നെ വേണ്ട എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ എൻ്റെ മാർഗം നോക്കും. അതുവരെ ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് ഞാൻ പോരാടും. മനസ്സിലായോ? ഇപ്പം P ശശിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഈ P ശശിയെക്കുറിച്ച് പറയാൻ കുറച്ച് സഖാക്കൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. സങ്കടകരമാണ്. നിങ്ങൾക്ക് ഈ ഫോണൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. കണ്ണൂരിൽ നിന്ന്
വന്ന രക്തസാക്ഷി കുടുംബത്തിലെ സഖാക്കളുടെ മെസ്സേജ്, അമ്മമാരുടെ മെസ്സേജ് കരഞ്ഞുകൊണ്ടുള്ള ഈ പൂരം കലക്കലും ഈ RSSുമായുള്ള ബന്ധം, കണ്ണൂരിലെ സഖാക്കളുടെ കണ്ണീരിൻ്റെ കഥ ഈ ഫോണിലാണ്. ഇവരൊക്കെ വിരൽ ചൂണ്ടുന്നത് പലതും ഈ പി ശശിയിലേക്കാണ്. ഇത് PV അൻവറിൻ്റെ മാത്രം അഭിപ്രായം എന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വളരെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക്, ആളുകൾക്ക് ആ കാര്യങ്ങൾ ബോധ്യമുണ്ട് എന്ന് എനിക്ക് നേരിട്ട് അറിവുള്ളതാണ്. പക്ഷേ ബഹുമാനപ്പെട്ട CM-നെ ഒരു കാരണവശാലും ഇതൊന്നും അറിയിക്കില്ല, CM-നോട് ചർച്ച ചെയ്യില്ല, ഈ കാര്യങ്ങൾ CM-നെ ബോധ്യപ്പെടുത്തില്ല. എന്നാൽ പലരും CM-ൻ്റെ വേണ്ടപ്പെട്ട ആളുകളാണ്. ആ വേണ്ടപ്പെട്ട ആളുകൾ ആത്മാർത്ഥപരമായിട്ടാണ് CM-നെ സ്നേഹിക്കുന്നതെങ്കിൽ ഈ വിവരം എന്താ CM-ന് കൊടുക്കാത്തത്? എന്താ കൊടുക്കാത്തത്? CM പോയിട്ട് പൊട്ടക്കിണറ്റിൽ ചാടിക്കോട്ടെ എന്നാണോ അവരുടെ വിചാരം? അതല്ലേ എന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരുവിധം ആളുകൾക്കൊക്കെ ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇവരെന്താ CM-ൻ്റെ അടുത്ത് പോയിട്ട് CM അങ്ങനെയല്ല, ഈ കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഇതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്, എന്താ ഇവർ പറയാത്തത്? ഇവരുടെ ഉദ്ദേശം എന്താ? ഈ മനുഷ്യനെ കൊണ്ട് പൊട്ടക്കിണറ്റിൽ ചാടിക്കാൻ ഉറപ്പാണ്. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ കൂടി എനിക്ക് ഉറപ്പായത് ഇദ്ദേഹത്തെ പൊട്ടക്കിണറ്റിൽ ചാടിക്കാൻ നിൽക്കുന്ന ഒരു വിഭാഗമാണ് അദ്ദേഹത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്നത്. അതൊരു ശശിയും MR അജിത് കുമാർ മാത്രമൊന്നുമല്ല, പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ടവരും അദ്ദേഹത്തെ മിസ്ഗൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് CM ആണ് പരിശോധിക്കേണ്ടത്.